ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഉമ്മാൻ്റെ കിച്ചണിലുള്ള എനിക്കിഷ്ടപ്പെട്ട അതുപോലെ തന്നെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഉമ്മാൻ്റെ കിച്ചണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ മുകളിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു കിച്ചണിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇതുപോലൊരു നീളത്തിലൊരു ഫോയർ സ്പേസ് ഉണ്ട് കേട്ടോ. ആ ഒരു ഫോയർ സ്പേസിൻ്റെ ഫസ്റ്റ് ഭാഗം കാണുന്നത് സ്റ്റോർ റൂമാണ്. നോർമലായിട്ടുള്ളൊരു സ്റ്റോർ റൂമാണ് കേട്ടോ. അത്യാവശ്യം കുറേ സാധനങ്ങൾ കൊള്ളുന്ന ഒരു 3 തട്ടിൽ വരുന്നൊരു സ്റ്റോർ റൂമാണ്. പിന്നെ ആ ഒരു സ്റ്റോർ റൂമിൻ്റെ അപ്പുറത്തായിട്ട് വിറകടുപ്പാണ് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല വീതിയുള്ള ഒരു വിറകടുപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കിച്ചണിൽ കുക്ക് ചെയ്ത ഫുഡും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊടുന്ന് വെക്കാം. അപ്പോൾ കിച്ചണ് നല്ല നീറ്റായിട്ടിരുന്നോളും. ഇപ്പോൾ ചോറ് അതുപോലെ കറി കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊടുന്ന് വെക്കാം കേട്ടോ. അപ്പോൾ കിച്ചണിലൊന്നും പരന്ന് കിടക്കില്ല, നല്ല നീറ്റായിട്ടിരിക്കും. കിച്ചണിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു ഏരിയ ഒന്നും കാണില്ല എന്നുള്ളതാണ് കേട്ടോ ഈ ഒരു ഏരിയൻ്റെ പ്രത്യേകത. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ലോണ്ട്രി ഏരിയയാണ് വരുന്നത്. അവിടെ ഒരു വാഷ് മെഷീനും അതുപോലെ തന്നെ ഒരു ലോണ്ട്രി ബാസ്ക്കറ്റും പിന്നെ ഒരു ഹുക്ക് കൊടുത്തിട്ട് ചൂല് മുറം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിരിക്കണേ. കൂടുതലായിട്ട് സ്പേസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ലോണ്ട്രി ഏരിയയിൽ നമുക്ക് അങ്ങനെ കൂടുതൽ സ്പേസും കാര്യങ്ങളൊന്നും ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ ഈ ഒരു ഹുക്കും അതിൻ്റെ മുകളിലൊരു വാൾ ഷെൽഫും കൊടുത്തിട്ട് അതിൽ സോപ്പ് പൊടി ലിക്വിഡ് കാര്യങ്ങളൊക്കെ വെച്ചിരിക്കണേ. പിന്നെ മുകളിൽ ചെറിയൊരു റാക്കും കൂടിയും കൊടുത്തിക്കണേ. അവിടെയും നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാം. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് നോർമലായിട്ടൊരു ബാത്റൂമും ഉണ്ട്. ഇന്ത്യൻ ക്ലോസറ്റുള്ള ബാത്റൂമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഫോയർ സ്പേസ് വരുന്നത്. കിച്ചണിൽ നിന്ന് ഒന്നും ഈ ഒരു ഭാഗങ്ങളൊന്നും കാണൂല, ഒക്കെ ഹൈഡായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു ഫോയർ സ്പേസ് മാത്രമേ കാണുള്ളൂ. അപ്പോൾ കിച്ചൺ എപ്പോഴും നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും, എല്ലാത്തിനും ഓരോ ഭാഗങ്ങളുള്ള കാരണം. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.